ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. നമുക്ക് ഇനിയുള്ളത് ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ്. അക്കൗണ്ടൻസി സോ സിമ്പിൾ. നമ്മൾ AFS ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞ ലോൺ അക്കൗണ്ട്, പിയാൽ അപ്രോപ്രിയേഷൻ ആൻഡ് AFSകാർക്ക് അത്രയും എളുപ്പമായിരുന്നു. പിന്നെയും കുറച്ച് ടഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനായിരുന്നു തോന്നുന്നു. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. അതായത് ഒന്നും അറിയില്ല, ഒന്നും ഞങ്ങൾ പഠിക്കാനും ഉദ്ദേശിക്കുന്നില്ല ബിസിനസ് എന്നുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ഈ 10 ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയും നിങ്ങൾക്കൊരു എന്താ പറയുക ഡബിൾ പാസ് വാങ്ങിച്ചു തരുന്ന നല്ല എളുപ്പമുള്ള പേപ്പറാണ് എങ്കിൽ എങ്ങനെയും നമുക്കൊരു essay ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു 10 ചോദ്യമാണ്. സോ നമുക്ക് നോക്കി നോക്കാം ഈ 10 ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ചാപ്റ്റർ വൈസ് ഓർഡറിലൊന്നല്ല മിസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിന് ശേഷം ഒരു ചാപ്റ്റർ വൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാവാം നമുക്ക്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചാപ്റ്റർ വൈസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു പാടെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഇപ്പോൾ പഠിക്കണം, എന്തോരം കാര്യങ്ങളാണ് പഠിക്കാൻ, ഇമ്പോർട്ടൻസ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ നമ്മൾ ചെയ്യും. ഇത് 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഈ 10 ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. ഇതിൽ ചിലത് 8 മാർക്കിന് പോവും, ചിലത് നമുക്ക് 5 മാർക്കിന് പോവും. അപ്പോൾ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. ചാപ്റ്റർ നമ്പർ 11 ആണ്. 11ലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഇതിലത്തെ പോർഷനാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഇത് നമുക്ക് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ 4 മാർക്കിന് വാട്ട് ആർ ദ 4 P's ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. 4 P's ചോദിക്കാറുണ്ട്. അത് 4 മാർക്കിനും ചോദിക്കാറുണ്ട്. പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ ആൻഡ് പ്രൈസ്. ഇതാണ് 4 P's. അതിൽ ഓരോ പീസിലും നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനായിട്ടുണ്ടാവും, അല്ലാതെ തന്നെ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാനും ഉണ്ടാവും. സോ ഇത് 8 മാർക്കിൻ്റെ ക്വാണ്ടിറ്റിയിലും പഠിക്കാം, അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വാണ്ടിറ്റിയിലും പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ. 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നമുക്ക് 8 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ബാക്കി 6 എണ്ണം നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്കിത് 8 മാർക്കിന് ചോദിക്കുമ്പോൾ 8 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ മതി. ബാക്കിയുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടി നല്ലൊരു പ്രസൻറ്റേഷൻ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ എന്നും അല്ലെങ്കിൽ മോഡേൺ പ്രിൻസിപ്പിൾ എന്നും നമുക്ക് ചോദിക്കും. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ചോദിക്കാറ് നമ്മുടെ ചാപ്റ്റർ 6 ആണ്. ഇത് 8 മാർക്കിൽ ചോദിച്ചത് തന്നെയാണ്. 8 മാർക്കിന് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മാൻ പവർ റിക്വയർമെൻറ്റ് നോക്കുക, അതുപോലെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷന്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ദെൻ ട്രെയിനിങ് കൊടുക്കുക, ദെൻ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുക, കോമ്പൻസേഷൻ കൊടുക്കുക. അങ്ങനെ ഓർഡർ വൈസിൽ വേണം. എല്ലാ പ്രോസസ്സുകളും എഴുതുമ്പോഴും നിങ്ങൾ ഓർഡർ വൈസിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ പഠിക്കേണ്ടത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ആണ്. ഇത് നമുക്ക് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിലാണ്. ഡയറക്റ്റിൻ്റെ 4 എലമെൻറ്റ്സ് ആയ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ ആൻഡ് നമ്മുടെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്പിലാണ് നമുക്കത് വരുന്നത്. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ. എന്തൊക്കെ തടസ്സങ്ങളാണ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വരാറ്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ദെൻ പേഴ്സണൽ ബാരിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. അതിലൊരു 3 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ എല്ലാത്തിനും. ദെൻ നെക്സ്റ്റ് ആണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും നമുക്ക് ചാപ്റ്റർ നമ്പർ 6 ആണ്. 6 ചാപ്റ്ററിലുള്ളതാണ്. സ്റ്റാഫിങ്ങിൻ്റെ പാഠം തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റിലെ 2 സ്കോപ്പുകളുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇൻറ്റേർണലിൽ വരുന്നത് നമുക്ക് മെയിനായിട്ട് ട്രാൻസ്ഫറും പ്രൊമോഷനാണ്. എക്സ്റ്റേണൽ സോഴ്സസിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, വെബ് പബ്ലിഷിങ്, അഡ്വർടൈസ്മെൻറ്റ് ഓൺ TV, ദെൻ ടെലിവിഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ്
എന്താ പറയുക സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒരു 8 സോഴ്സസ് എക്സ്റ്റേണലിലും പഠിക്കാം, 2 സോഴ്സസ് ഉള്ള ഇൻറ്റേർണൽ അതും അതിൽ പഠിക്കാം. അപ്പോഴാണ് നമുക്കത് 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാലോ 3 എണ്ണത്തിൽ 2 essay ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നിങ്ങൾക്കത് രണ്ടും എഴുതാൻ കിട്ടണമെങ്കിൽ നിങ്ങളിതെല്ലാം ഒരു essay ക്വസ്റ്റ്യൻ്റെ ടേണിൽ വേണം പഠിക്കാനായിട്ട്. Then 6th one ആണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ കമ്പനി. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്, വർക്കിംഗ് അല്ല. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ഡേ ടു ഡേ വർക്ക്സിന് വേണ്ടിയിട്ട് ബിസിനസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമായ എമൗണ്ട് ഓഫ് മണി, എമൗണ്ട് ഓഫ് ഫൈനാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ചാപ്റ്റർ നമ്പർ 9 ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ, ഡേ ടു ഡേ വർക്ക്സിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫൈനാൻസ്, ആ ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, ഇതിൽക്കും രണ്ടിലേക്കും നമ്മൾക്ക് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള എമൗണ്ട് ഓഫ് മണി. സോ അതിന് നമുക്ക് കോസ്റ്റ്, ദെൻ സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ആ ഫാക്ടേഴ്സ് നോക്കുക, 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, എഗെയിൻ നമ്മൾ ചാപ്റ്റർ നമ്പർ 7 ആണ്, ലീഡർഷിപ്പിൻ്റെ പോർഷൻ ഭാഗത്താണ്. ചാപ്റ്റർ നമ്പർ 7 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, അതായത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 8 മാർക്കിൻ്റെ ചോദിച്ച ഒരു 10 essay ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. എല്ലാം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അത് നല്ല രീതിയിൽ പഠിക്കാം. ദെൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, ഇതും ചാപ്റ്റർ നമ്പർ 7 തന്നെയാണ്. ചാപ്റ്റർ നമ്പർ 7 8 മാർക്കിൻ്റെ പ്രോബ്ലം തന്നെയാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വേർഡ്സ്, ഇമോഷൻസ്, ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുക ത്രൂ ഇൻ ടേംസ് ഓഫ് വേർഡ്സ്, അതിലാണ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, അതായത് ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സ്പോണ്ടാനിയസ്ലി ഇൻക്രീസ് ചെയ്യുന്ന ചെയിൻ ഓഫ് കമാൻഡ് ഓഫ് നെറ്റ്വർക്കുകളും ഉണ്ട്. സോ ആ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, ഇവിടെ ഡിഫറൻസും പഠിക്കണം, നെറ്റ്വർക്ക്സും പഠിക്കണം. നെറ്റ്വർക്ക്സ് ഗ്രേപ്പ് വൈൻ ആണ് ഇൻഫോർമലിൻ്റെ. ഫോർമലിൻ്റെ വീലുണ്ട്, റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഉണ്ട്, ഇൻവേർട്ടഡ് വി ഉണ്ട്. അപ്പോൾ ആ ടൈപ്പുകൾ രണ്ടിൻ്റെയും പഠിച്ചിരിക്കുക, 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെറിറ്റും ഒബ്ജെക്ഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒബ്ജെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസ് ആണ്. ഇത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 11 ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. 8 മാർക്കിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നെയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് നമ്മളോട് ചോദിക്കില്ല, ഇതിന് പകരം നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിക്കുക, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്നാണ് ചോദിക്കുക. സോ അതേതാണ്, അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിൻ്റെ മെറിറ്റും ഒബ്ജെക്ഷൻസും, കാരണം ഒബ്ജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ലതുമാണ്, അതിന് എതിരഭിപ്രായമുള്ള കുറച്ച് പോയിൻറ്റ്സുകളുണ്ട്, അതാണ്. കാരണം സോഷ്യൽ വാല്യൂസുകളെല്ലാം എത്തിക്സിന് എതിരായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. പിന്നെ ചില അഡ്വർടൈസ്മെൻ്റ് എല്ലാം മിസ്ലീഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റുകളാണ്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ലീഡ്സ് പീപ്പിൾ ടു ബൈ അൺനെസസറി തിങ്സ്, അല്ലേ? ചില അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നും. സോ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജെക്ഷനാണ്, ഒരു നെഗറ്റീവ് കമൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതും പഠിക്കാം. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, അതും പഠിക്കുക. നമുക്കതിൽ കോസ്റ്റ്, പ്രോഫിറ്റ് മാർജിൻ, പിന്നെ ആക്ടിവിറ്റി, പ്രൊഡക്റ്റിൻ്റെ യൂസ് എല്ലാം അനുസരിച്ചിട്ട് ഫാക്ടേഴ്സുകൾ വ്യത്യാസം വരും. ഓക്കെ, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ഇതിലേറ്റവും ഈ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്റേഴ്സാണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 11 ആൻഡ് ചാപ്റ്റർ നമ്പർ 7 ആൻഡ് ചാപ്റ്റർ നമ്പർ 6. ഇതിലാണ് ഏറ്റവും കൂടുതൽ 8 മാർക്കിൻ്റെ ചോദ്യമുള്ളത്. ഈ 3 പാഠം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്സുകളെല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വേഗം പോയിട്ട് ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആദ്യം പോയിട്ട് നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസ് പഠിക്കുക. പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് കാണാം കേട്ടോ. ചാപ്റ്റർ വൈസിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.